അസീസിന്റെ ധൈര്യം സമ്മതിച്ചിരിക്കുന്നു. ഇല്ലെങ്കിൽ ഇങ്ങനൊരു ബോർഡ് ഈ അടവിൽ ഏത് പെണ്ണും വീണുപോകും, ഞാൻ ഉൾപ്പെടെ. പിന്നെയല്ലേ എട്ടും പൊട്ടും തിരിയാത്ത ആമിന. ആമിനക്ക് കൺഗ്രാറ്റുലേഷൻസ്. വീണിരിക്കുന്നു. ആമിനയ്ക്ക് അസീസിന്റെ കാര്യം പറയാനേ നേരമുള്ളൂ. വന്നതിന് ശേഷം കാമുകയെ കാണാതിരുന്നത് ഭംഗിയായില്ല. ഉമ്മ വാപ്പ ഒക്കെ തടസ്സങ്ങളാണ്. അതൊക്കെ അതിജീവിക്കണം. അതിനല്ലേ ഗുണ്ടകൾ. ആമിന എന്റെ കത്ത് വായിച്ചോ? വായിച്ചോന്ന്? വായിക്കാതെ ഞാൻ പോട്ടെ. വല്ലതും പറയണോ? ഒരു മിനിറ്റ്. ഇത് കൊടുക്കണം, ഞാൻ തുന്നിയതാ. ബ്യൂട്ടിഫുൾ. എനിക്കിതുപോലെ ഒന്ന് തരുവോ? ഒരു കമ്മീഷൻ തരാം, പക്ഷെ എന്റെ പേര് എഴുതില്ല. സോ ബെസ്റ്റ് ഓഫ് ലക്ക്. ഒരു ഇഞ്ച് പുറകോട്ട് പോരുത് കേട്ടോ. എന്റെ ആമിന, ആ നോട്ടവും പരുങ്ങലും നാണവും ഒക്കെ കണ്ട ഞാനെന്നല്ല ആരായാലും ചിരിച്ചു പോകും. ഇങ്ങനെ എല്ലാരും മക്കാറാക്കിക്കൊള്ളി. പിന്നെ ഈ മാതിരി ആളുകൾ എന്താ വേണ്ടത്? ദാ നിനക്ക് വേണ്ടി തുന്നിയതത്രേ. ഇങ്ങനെ കളിയാക്കണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ ഒരു രസമല്ലേ എന്റെ ആമിന? തൂവാല കൊള്ളാട്ടോ. ദേ, അസീസ് എന്നുള്ള പേര് ബ്ലേഡ് കൊണ്ട് കളഞ്ഞാ മതി. മൂപ്പർക്ക് നീ കത്ത് വായിച്ചു എന്നൊരു സംശയം. നിനക്ക് വായിക്കാൻ അറിയില്ലെന്ന് പാവത്തിനറിയില്ലല്ലോ. ഞാൻ തട്ടിവിട്ടു വായിച്ചെന്ന്. മയങ്ങിയിരിക്കുക. പ്രിയമുള്ള ആമിനയ്ക്ക് തുന്നക്കാരൻ അസീസ് എഴുതുന്ന കത്ത്. ആമിന, സ്വർഗത്തിലെ ഹോറി പോലുള്ള പെണ്ണാണ് ആമിന എന്നറിഞ്ഞപ്പോ മുതല് കാണണമെന്ന പൂതിയായിരുന്നു. കണ്ടപ്പോ തോന്നി നിക്കാതെ കഴിക്കുകയാണെങ്കിൽ ആമിനെ നിക്കാതെ കഴിക്കുമെന്ന്. നേരിട്ട് പറയാൻ എനിക്ക് ധൈര്യമില്ല. ഞാൻ ദുബായിക്കാരനൊന്നുമല്ല, തോനെ കായൊന്നും എൻ്റെ അടുത്തില്ല. പക്ഷെ ആമിനയ്ക്ക് കൈ നിറയെ കുപ്പിവളകളും സുറുമയും മേടിച്ചു തരാൻ എനിക്ക് കഴിയും. നല്ല നല്ല കുപ്പായം തുന്നിത്തരാനും എനിക്ക് കഴിയും. ഇതൊന്നുമില്ലെങ്കിലും ആമിനയ്ക്ക് വിഷം ധരിക്കേണ്ടി വരില്ല. ഞാൻ പട്ടിണി കിടന്നാലും ആമനെ പട്ടിണി കിടത്തൂല. എന്നെ നിക്കാതെ കഴിക്കാൻ സമ്മതമാണെന്ന് പറയുകയാണെങ്കിൽ ഞാൻ ആകാശത്തൂല പറഞ്ഞു കിടക്കും. അതേ ആമന, എന്റെ കൽബിന് മുഴുവൻ ആമനയാ. എന്നെ കാണാൻ ചേരുന്നുമില്ലെങ്കിലും എനിക്ക് നല്ലൊരു മനസ്സുണ്ട്. ആമനയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെന്നൊരു വരെ എഴുതി തരണം. അത് കാണാൻ കാത്തിരിക്കുകയാണ് മനസ്സ് നിറയ്ക്കനാവുമായിട്ട്. ഏതില്ലേ ആമന എന്ന് അസീസ്. വാതിൽ തുറക്ക്. മറ്റന്നാ ഓനും കൂട്ടരും വരും. അന്റെ ബാപ്പ മലയാളത്തിലല്ലേ പറഞ്ഞു. അന്റെ പുന്നാര മോളെ അലബിയെ കൊണ്ട് കെട്ടിക്കണ്. മോതിരം അവന്റെ കായ. ഓന്റെ അടുത്ത് കായ ഇടിച്ചിട്ട് എന്റെ മോളെ ആ ബലാലിനെ പിടിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നത്? എന്റെ ഒരു മോങ്ങല്. ഓളെ പിന്നെ ആര് കെട്ടും? ഇനി കുന്നത്തങ്ങാടിയിൽ ഓളക്കെട്ട ആണുങ്ങൾ വരൂല്ല. അങ്ങാടി വലിയ ക്രൂസും പറഞ്ഞ് നടക്കണുണ്ട് കൊണ്ടോട്ടിക്കാരെ ഹമുക്ക്. പിടിച്ചു കൊടുക്കണേ. അലവിനൊക്കെ നല്ലവരാച്ചൻ. പാവം, ഓരത്തെ പണിയില്ലേ, കായില്ലേ? അന്നി സുബനെ ഓനെ കൊണ്ട് കെട്ടിക്കാന് എന്നെ കൊല്ലാൻ നടക്കണം നായി. ഓനെ ഈ കുടി കയറ്റാണ്. പെട്ടി കൊല്ലും ഞമ്മൾ ഉമ്മാനെ. വാസുവട്ടെ, ആരാത്? കുയ്യാപ്പിളയാ? ഇതാരുടെയാ തിന്നുന്നതെന്ന് അറിയാമോ? ആമിനയുടെ. നിങ്ങളുടെ നിക്കാഹ് ഉറപ്പിക്കാൻ പോകുമ്പോ ഇടാനാ. നിങ്ങൾക്ക് ഇനി ഫോണാണല്ലോ അങ്ങാടി പോലെ കെട്ടിക്കുന്നു പറഞ്ഞിരിക്കണം ഐദ്രോസ്ക. ഇത് നമ്മള് കുപ്പായത്തിന് തുണിയാ. ആമിനെയും നമ്മളെയും കുപ്പായം തുന്നുമ്പേ നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. കാരണം നിങ്ങൾക്ക് എല്ലാത്തിനും ഒരു അളവാ. ടൗസറും ഇല്ല പാവാടമാരി, പാവാടം ഇല്ല ടൗസറുമാരി. അത് ഇതിന് പറ്റൂല കേട്ടാ. എന്താ പാത്തുട്ടി ഞമ്മളീ കേൾക്കുന്നതൊക്കെ ശരിയാണോന്ന്? അലവിയായിട്ട് നിക്കാഹ് ഉറപ്പിക്കുക. അനക്ക് പിരാന്താ. ഇന്റെ മരുവളോ നിക്കാതെ കഴിച്ചത്. എനിക്കറിയോ എന്റെ സ്വഭാവം. ഞാൻ എന്ത് ചെയ്യാനാ കതിച്ചുമ്മ? ഞമ്മള് വിചാരിച്ചാ വല്ല നടക്കൂ? എന്റെ അമ്മനെ കാര്യം ആലോചിക്കുമ്പോഴാ. അത് ഈ പോരാത്തോളായിട്ട്
നിക്കാഹ് കഴിഞ്ഞ അന്ന് മുതൽ ഈ ഓനെ പേടിച്ച് കയ്യലടി. അനക്കറിയൂല ഇന്റെ കാര്യം. ഇന്റെ കെട്ടുവാൻ മോറയില്ലാത്ത ഒറ്റ ബാക്കേ പറഞ്ഞുള്ളൂ. അന്ന് കനീസുവിന്റെ സ്വഭാവം മൂപ്പര് കണ്ടു. അന്ന് പടിയിറങ്ങിയതാ. എനിക്ക് വയസ്സ് 60 പെണ്ണുങ്ങളായ ഇത്തിരി ഉസിരി പുളിയൊക്കെ വേണം. അതൊന്നും ഇവിടെ നടക്കൂല ഉമ്മ. ആമിനയോടെ ഓൾ അവിടെ കിടന്ന് കരയാണ്. പെൺകുട്ടികളെ എങ്ങനെ തീറ്റിക്കുക? എന്താ മോളെ ഇത്? അന്റെ പ്രായത്തിലുള്ള പെൺകുട്ടികള് വേലിക്ക് നിൽക്കണ കുണ്ടന്മാര് കണ്ണോണ്ടൊന്നത് എങ്ങനെ ഇറക്കി കാണിച്ച ഇറങ്ങിപ്പോണ കാല ഇത്. ഇനി ഈ എന്തിനാ കരയുന്നത്? ഇന്റെ മോള് കരയണ്ട. പാപ്പട്ടിയെ വേണ്ട, ആ വിളിന് മലപ്പുറത്ത് എന്നിട്ട് വിളിച്ചാൽ മതി കേട്ടോ. ഇനി മലപ്പുറത്തേക്ക് എന്നാ മടങ്ങുക? ഇവിടെ നിൽക്കക്കളില്ലാതെ വരുമ്പോ ഒരു മുങ്ങ തന്നെ. ഏത് സ്ഥലത്ത് നിന്നാലും ഇങ്ങക്ക് ഇതല്ലേ പറയാനുള്ളൂ. ഇതുവരെ ഒരു സ്ഥലത്ത് നിന്നെങ്കിലും തല്ലുകൊള്ളാതെ ഊരി വരാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇച്ചൊരു ശല്യായല്ലോ ഇത്. ഓന്റെ ചെലവ് കഴിഞ്ഞിട്ട് ഓന്നെങ്കിലും ശല്യായ ഒക്കെ പോയി. ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്താ ഉണ്ടാവും പോകാൻ പറ്റണ്ടായോ? എന്താ ഉണ്ടാവും അങ്ങോട്ട് പറയും. എന്തുണ്ടാവാനാ? അലവികേട്ടില് നിക്ക ഉറപ്പിക്ക. ഓക്ക് സമ്മതാ? ഓൾക്ക് സമ്മതമല്ല, ബലായിട്ടാ. ഇനിയൊന്നും നോക്കാനില്ല. കണ്ടും വെള്ളക്കള്ളാസിൽ എഴുതിക്കൂടി. രാത്രി പുറത്തിറങ്ങിക്കാൻ ഉണ്ടാണ്ട് സ്ഥലം വിടാ. നടക്കൂ. ഇപ്പോഴും നമ്മളെ വിശ്വാസമായിട്ടില്ല. പടച്ചോ എന്റെ കൂടെ. അതാ ആമിന. എവിടെ എന്റെ ആമിനു? ഞാനൊന്ന് കാണട്ടെ. അതാ ആ തട്ട കിട്ടുക. കൂടെ ഒരാളുണ്ടല്ല. അത് സാരമില്ല, കൂട്ടുകാരിയാ. ഓക്ക് ഇവിടെ നിൽക്കാൻ ഇഷ്ട. ബാ മതി നിൽക്കാം. അല്ലെങ്കിൽ വേണ്ട, ഇങ്ങനെ ഇവിടെ ഞാൻ പോവാം. വേണ്ട, ഇവന് വിടക്കട്ടെ. നമുക്ക് രണ്ടാക്കും പോയി പരിപാടികൾ എന്തൊക്കെയാണെന്നൊന്നും അറിയാം. വേണ്ട, ഞാൻ പിന്നെ പോവാം. എന്തൊരു നെഞ്ച്. ആമിനക്കുട്ടി വിഷമിക്കണ്ട. ആ നിക്കാഹ് നടക്കില്ല. പക്ഷേ നീത്തിന് ധൈര്യം കാണിക്കണം. ആ ഇപ്പൊ ധൈര്യം തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ കുടുംബം ഇവിടെ വരുമോ? കഷ്ടമായി. ഒരു കാര്യം സംസാരിക്കാന്ന് വെച്ചാ ആ ഗുണ്ടകള്. നീരിക്കും, നിനക്ക് വരാം. വേണ്ടേ? അതെ, നിങ്ങൾ എന്താ മനുഷ്യന് ചോദ്യം കൊടുക്കില്ലേ? നിങ്ങൾ സദാ സമയം നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ? ആ കുട്ടിയുടെ പിന്നാലെ ഇങ്ങനെ നടക്കാൻ. പറഞ്ഞു. സ്വന്തം വിഡിത്തെ മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ലെങ്കിൽ പോണം മിസ്റ്റർ. അവക്ക് തന്നോട് പ്രേമവും മണ്ണാങ്കട്ടി ഒന്നുമില്ല. എന്താണ് പറഞ്ഞത്? ഇനി ആമിനയുടെ പിന്നാലെ ഇങ്ങനെ നടക്കണ്ട. അവളെ നാസിർ മാഷ കേട്ടാൻ പോണത്. എനിക്ക് ആമിനോട് സംസാരിക്കണം. കാണിച്ച് പേടിപ്പിക്കൊന്നും വേണ്ട. അവിടെ സംഗതി ആകെ കുഴപ്പമായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് പിന്നെ കാണാൻ. എന്നെ വിട്. എന്തിനാ മജീദ്ക്ക? എനിക്ക് അവളോട് സംസാരിക്കണം. എല്ലാം സംസാരിക്കാം. അതിനു മുമ്പ് അന്റെ ആമിനാനെ കുറിച്ച് മൊയ്തീനൊക്കെ പറഞ്ഞ എന്താണെന്ന് ഈ ഒന്ന് ചോദിച്ചു നോക്ക്. എന്റെ മൂത്ത മോൻ അബ്ദുൽ ലത്തീഫാണ് സത്യം. ആമിനാനെ നമ്മൾ കെട്ടും. ആ നിങ്ങൾ നിൽക്കാൻ വയ്ക്ക കഴിക്കും. നിങ്ങളെ ഞാൻ ഇനി നിങ്ങളെ സഹായം എനിക്ക് വേണ്ട. നിങ്ങൾ എന്റെ വീട്ടിൽ പോയിക്കോളൂ. നാണയില്ലല്ലോ ബാപ്പുട്ടി എങ്ങക്ക്. ബേഷം കെട്ടാൻ വന്നാ ബേഷം കെട്ടണം. ഇവിടെ അല്ല എങ്ങനെ ബലസല്. അങ്ങനെ ഒരു ഹാജത്ത് തോന്നിപ്പോയി. മനസ്സന്നെ മനസ്സല്ലേ. ഇപ്പൊ എന്താ ചെയ്യാൻ പറ്റിയത്? ഒന്നും ചെയ്യാനില്ല. വേഗം സ്ഥലം കാലിയാക്കാം. നാട്ടുകാരുടെ തല്ല് കൊള്ളതിന് മുമ്പ്. തോന്നിക്കോളും ഓരോ കാലത്ത്.
ആമിന എന്തിനാ എന്നോട് നന്ദി പറയുന്നത്? നമ്മൾ വിചാരിച്ചല്ല മാഷെ ഇങ്ങനൊരു ഭാഗ്യം ഉണ്ടാവുന്നു. കല്ലുപൊട്ടിന് കാഴ്ച കിട്ടിയ പോലെ എനിക്കിപ്പോ എഴുതാനും വായിക്കാനും അറിയാം, കത്തെഴുതാനും കഴിയുന്നുണ്ട്. ആമിന ഇനിയും പഠിക്കണം, ഞാൻ പഠിപ്പിക്കും. പോട്ടെ മാഷെ. ആ നിങ്ങൾ കിനാവ് കാണണ്ട, ഓളെ നിക്കാഹ് കഴിക്കാന്ന്. അസീസ്, എന്താ ഇത്? നിങ്ങളുടെ നിക്കാഹ് നടക്കില്ല മാഷെ. നടന്നാല് കുന്നത്തങ്ങാടിന് ഞാൻ കെട്ടി തിന്നിച്ചാവും. അസീസ് പറയുന്ന കേൾക്ക്. വേണ്ട, ഓളോട് പറഞ്ഞേക്ക് എന്നോട് ഇത് വേണ്ടായിരുന്നു.